എന്നൊരു നടൻ നമുക്ക് എന്താണ്, മലയാളികൾക്ക് എന്താണ് എന്ന് നമുക്കറിയാം. നമുക്കൊരു അത്രത്തോളം സിനിമകളുണ്ട്. തെങ്കാശിപ്പട്ടണം, മായാവി, പുലിവാൽ കല്യാണം, അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു നിര. അതോടൊപ്പം തന്നെ നമ്മളെ ചിരിപ്പിച്ച ഒരു നടൻ, ആദാമിന്റെ മകൻ അബു, അച്ഛൻ ഉറങ്ങാത്ത വീട്ടിലൊക്കെ നമ്മളെ കണ്ണീരണിയിച്ചൊരു നടൻ കൂടിയാണ്. അപ്പോൾ എന്താണ് സലീം കുമാർ എന്ന് മലയാളികൾക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക? തീർച്ചയായിട്ടും ശ്രീനിധി, അത് തന്നെയാണ്. മലയാളികൾ ഒരുപക്ഷെ എല്ലാ ദിവസവും ഒരു സലീം കുമാറിന്റെ ഡയലോഗെങ്കിലും പറയാതെ കടന്നു പോകുമോ എന്ന് സംശയമാണ്. ഇത് ഈ പറയുന്ന പോലെ ട്രോളന്മാരുടെ ഒരു കാലം കൂടിയാണ്. പല രീതികളിൽ, പല സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല ഡയലോഗുകളും അത് സലീം കുമാർ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ച ഡയലോഗുകളാണ് എന്ന് നമ്മൾ അറിയാറില്ല. പക്ഷെ അറിയാതെയെങ്കിലും നമ്മൾ ആ ഡയലോഗുകൾ പറഞ്ഞു പോകുന്നത് പതിവാണ് എന്നെനിക്ക് തോന്നുന്നു. അത് ഈ പറഞ്ഞ നേരത്തെ ശ്രീനിധി സൂചിപ്പിച്ച പുലിവാൽ കല്യാണം അടക്കമുള്ള ഒരുപാട് സിനിമകൾ, എത്രയോ സിനിമകളുണ്ട്. നമ്മൾക്കതിങ്ങനെ ഓർത്തെടുക്കുമ്പോൾ ഓരോ സിനിമയിലും സലീം കുമാർ ചെയ്ത കഥാപാത്രങ്ങൾ വേറിട്ട് നിന്നിരുന്നു എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോരുത്തരും കൃത്യമായ ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രത്തിൻ്റെ കോപ്പിയാകുന്നില്ല എന്നതാണ് സലീം കുമാറിൻ്റെ ഒരു പ്രത്യേകത. യഥാർത്ഥ ഒരു നടൻ. അത് മാത്രമല്ല, സ്വഭാവ നടനായി പിന്നീട് നമ്മൾ കണ്ടു സലീം കുമാറിനെ വെള്ളിത്തിരയിൽ. അതും കഴിഞ്ഞ് ദേശീയ പുരസ്കാരമടക്കം നേടുന്ന തരത്തിലേക്കുള്ള ഒരു പരകായ പ്രവേശം, അല്ലെങ്കിൽ ആ നിലയിലേക്കുള്ള, ആ ലെവലിലേക്കുള്ള ഒരു മാറ്റം ഒരു നടൻ എന്ന നിലയിൽ അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തു. അച്ഛനുറങ്ങാത്ത വീട് എന്ന ആ ചിത്രം, അത് ഈ പറയുന്നത് പോലെ എല്ലാവരെയും ഞെട്ടിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം ഉണ്ടായൊരു സിനിമയാണ്. അതിന് പിന്നാലെ സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നു. അങ്ങനെ ഒരു നടൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു പേരാണ് സലീം കുമാർ. അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരുപക്ഷെ മലയാളത്തിന് അല്ലെങ്കിൽ കേരളത്തിൻ്റെ കലാലോകത്തിന് ഒരു തീരാ നഷ്ടമുണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ഈ വിടവാങ്ങൽ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. 1969 ഒക്ടോബർ 9 സലീം കുമാർ ജനിക്കുന്നത്. അപ്പോൾ 56 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്താണ് ഈ മടക്കം എന്നത് നമ്മളേറെ വേദനിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ പൊതുവേദികളിലൊക്കെ സലീം കുമാറിനെ കാണുമ്പോൾ തന്നെ അറിയാം, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതിയിൽ നമുക്ക് വ്യക്തമായിരുന്നു. പക്ഷേ എങ്കിലും അതെല്ലാം മാറ്റിക്കൊണ്ട് ഈ പൊതു ഇടങ്ങളിൽ, പൊതു ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്ന സലീം കുമാറിനെ നമ്മൾ കഴിഞ്ഞ 1.5 ആഴ്ച മുൻപ് പോലും നമ്മൾ കണ്ടു. മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു സ്വീകരണ ചടങ്ങിൽ ഇവിടെ കൊച്ചിയിൽ പറവൂരിൽ സലീം കുമാറും പങ്കെടുത്തിരുന്നു. അന്ന് മോഹൻലാൽ അടക്കമുള്ള മറ്റ് പ്രതിഭകൾ, മറ്റ് പ്രമുഖരുമൊക്കെ ആ വേദിയിലുണ്ടായിരുന്നു. അന്ന് സലീം കുമാർ പ്രസംഗിച്ചതും ഒക്കെ ഇപ്പോൾ ഓർത്തെടുക്കുകയാണ്. അതായത് ഒരു വളരെ സജീവമായി, തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വലിയ രീതിയിൽ അലട്ടിയിരുന്നെങ്കിലും സജീവമായി സാംസ്കാരിക ഇടങ്ങളിൽ എന്നും ഉണ്ടായിരുന്ന ഒരു നിറസാന്നിധ്യമാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. അത് ആ വിടവ് നികത്താൻ കഴിയുന്നതല്ല എന്ന് സലീം കുമാറിനെ അറിയുന്ന, സലീം കുമാറിൻ്റെ സിനിമകൾ കാണുന്ന, സലീം കുമാറിൻ്റെ നിലപാടുകൾ അറിയുന്ന ഓരോ മലയാളിക്കും പറയാൻ കഴിയും. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. തൻ്റെ രാഷ്ട്രീയ നിലപാട് എന്താണ് എന്ന് വ്യക്തമാക്കാൻ സലീം കുമാറിന് മടിയുണ്ടായിരുന്നില്ല. അത് കിട്ടാവുന്ന അവസരങ്ങളെല്ലാം കൃത്യമായി അത് പറയുന്ന ആൾ കൂടിയായിരുന്നു സലീം കുമാർ. അത് വിമർശനമായാലും തൻ്റെ നിലപാടുകൾ കൃത്യമായി പറയാൻ സലീം കുമാർ മടി കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇനി വീണ്ടും സിനിമകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനപ്രീതി ആർജിച്ച ഒരുപാട് കഥാപാത്രങ്ങളെ ആദ്യകാലങ്ങളിൽ ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ തിളങ്ങിയെങ്കിൽ പിന്നീട് സ്വഭാവ നടനായി മാറുന്ന സലീം കുമാറിനെ നമ്മൾ കണ്ടു. അതിനു മുമ്പ് മിമിക്രി രംഗത്ത് ശോഭിച്ച ഒരു സലീം കുമാർ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് സിനിമയിലേക്കുള്ള ഒരു വരവുണ്ടായത് എന്ന് നമുക്കറിയാം. മിമിക്രി ട്രൂപ്പായ കൊച്ചിൻ കലാഭവനിലൂടെ സലീം കുമാർ കലാരംഗത്ത് സജീവമാകുകയായിരുന്നു. കൊച്ചിയിലുള്ള ഏതാണ്ട് എല്ലാ കലാ ട്രൂപ്പുകളുമായും അടുത്ത ബന്ധം സലീം കുമാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മിമിക്രി പരിപാടികൾ അവതരിപ്പിക്കാൻ പോയ കാലഘട്ടത്തെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും സലീം കുമാർ ഓർത്തെടുത്ത് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല, ആ സമയത്തുണ്ടായിരുന്ന ഒരുപാട് കലാകാരന്മാരുമായുള്ള അടുത്ത ബന്ധം, പിന്നീട് സിനിമകളിലേക്കും വളർന്ന ബന്ധങ്ങൾ, അത് എപ്പോഴും പറയാൻ സലീം കുമാറിന് ഒരുപാട് താല്പര്യമായിരുന്നു, സന്തോഷമായിരുന്നു. ഒരുപാട് അനുഭവങ്ങളും, അതായത് തനിക്കുണ്ടായിട്ട് വേദനകളായാലും അതെല്ലാം ചിരിയുടെ, നർമ്മത്തിൻ്റെ മേമ്പൊടിയിലൂടെ അവതരിപ്പിച്ചിരുന്ന ഒരാളാണ് സലീം കുമാർ എന്ന് പറയാം. അഭിമുഖങ്ങൾ കണ്ട എല്ലാവർക്കും അറിയാം, പഴയകാല ഓർമ്മകളിലൊക്കെ ഒരു വേദനയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും, അതിപ്പോൾ ദാരിദ്ര്യമായാലും അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ ആയാലും അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സലീം കുമാർ അതിലൊക്കെ ഒരു നർമ്മം കണ്ടിരുന്നു. നർമ്മത്തോടെയാണ് അതെല്ലാം അവതരിപ്പിച്ചിരുന്നത് എന്നതാണ് നമ്മൾ ഓർത്തു പോകുന്നത്. അങ്ങനെ ഒരു തൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ, തനിക്ക് മുന്നിലുള്ള, അതിപ്പോൾ ആരായാലും അവരെ സന്തോഷിപ്പിക്കുക, ചിരിപ്പിക്കുക എന്നൊക്കെ
എന്നും കരുതിയിരുന്ന ഒരാളാണ് ഇപ്പോൾ നമ്മെ വിട്ടുപോയിരിക്കുന്നത്. ഈ വിടവ് അതൊരു വലിയ വിടവാണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഈ പറവൂരിലാണ്, വടക്കൻ പറവൂരുകാരനാണ് ശരിക്കും സലീം കുമാർ. അതുകൊണ്ട് കൊച്ചിയുടെ സാംസ്കാരിക രംഗത്തൊക്കെ തന്നെ ഈ പറയുന്ന 10-25 കാൽനൂറ്റാണ്ടിലേറെ കാലമായി വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരു കലാകാരനെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.